ഹായ് ഫ്രണ്ട്സ്, എൻ്റെ തേർഡ് പ്രഗ്നൻസി ജേണിയിലെ എൻ്റെ 4th മന്തിൽ വട്ട 8 കണ്ടാലോ. അപ്പോൾ രാവിലെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 1/4 ഗ്ലാസ് കട്ടൻ കാപ്പിൽ 2-3 റസ്ക് മുക്കി കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു മുന്തിരിങ്ങയാണ്. മുന്തിരിങ്ങ ഇത്രയൊന്നും കഴിക്കില്ല, നമുക്ക് നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് നല്ലതാണ് നമ്മുടെ ശരീരം. അതുകൊണ്ട് ഒരു 5-6 മുന്തിരിങ്ങ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 11 മണിക്ക് ഒരു മാങ്ങ കഴിച്ചിട്ടുണ്ടായിരുന്നേ, അത് കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് വീട്ടിൽ മീൻകറി ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കഴിച്ചത് ഉണക്കച്ചെമ്മീൻ പീച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കിയേക്കണേ. പിന്നെ മുട്ട ചിക്കിയതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്പെഷ്യൽ അടമാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ല അടിപൊളി ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആപ്പിൾ ചാമ്പയാണ്. അത് അമ്മ തൊഴിലുറപ്പിന് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു രാവിലെ കഴിച്ച മാങ്ങ ഒരെണ്ണം ജ്യൂസ് അടിച്ച് കഴിച്ചേ. പിന്നെ ഞാൻ വൈകിട്ട് ദേ ഈ ഒരു കറി, അതാണ് ഞാൻ വൈകിട്ട് ഒരു 5 മണി 6 മണിയായപ്പോൾ ചോറ് കഴിക്കാനുള്ള മെയിൻ റീസൺ. എൻ്റെ വല്യമ്മ ഉണ്ടാക്കുന്ന ഈ ഒരു അരച്ച കറിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. വല്യമ്മ അവിടെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ അത് നല്ലോണം ഞാൻ വരട്ടി എടുത്ത് ചോറൊക്കെ ഇട്ട് പെരട്ടി നല്ല അടിപൊളിയായിട്ട് ഒരു 6 മണിയായപ്പോൾ ഈ ഫുഡ് കഴിച്ചേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ഇതിൻ്റെ റെസിപ്പി എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. എന്ത് വെച്ച് എങ്ങനെ കറി ഉണ്ടാക്കിയാലും വല്യമ്മ ഉണ്ടാക്കുന്ന ഈ ഒരു കറി മതി ഒരു പറ ചോറുണ്ണാൻ എനിക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒക്കെ കറിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ ഫുഡ് കഴിച്ചു. പിന്നെ രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നത് മുന്തിരിങ്ങ മാത്രമാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, വിട്ടുപോയതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം. കണ്ടുവരെ ടാറ്റാ.